എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇതൊരു ഈദ് വ്ളോഗാണ് കേട്ടോ. ഈദ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞെന്നറിയാം. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, 2 ദിവസത്തെ ഈദിൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ട്. കാരണം തലേ ദിവസം ഉറങ്ങാൻ തന്നെ ഒരു 2 മണിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആകെ ഉറക്കച്ചടപ്പൊക്കെ ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ മെഹന്തിയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന മെഹന്തി അത്യാവശ്യം സ്റ്റെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മെഹന്തി. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് പുറത്തൊക്കെ നോക്കിയപ്പോൾ നല്ല മഴ. അവിടെ തന്നെ ഞാൻ വിചാരിച്ച് ഈ ഒരു പെരുന്നാൾ മഴ കൊണ്ടുപോയി എന്നുള്ളത്. അപ്പം മഴയത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചടപ്പല്ലേ. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ നോക്കിയിരുന്നിട്ട് വേഗം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ ഒരുവിധം എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി കട്ടിങ്ങും അതുപോലെ ബാക്കിയുള്ള പരിപാടീസൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയും പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ട നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇക്ക എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. ഞാനാണ് ആദ്യം കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കേട്ടോ എന്നെക്കാളും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആൾ കിടക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ കിച്ചണിലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഇക്കയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി കിടന്നപ്പോൾ ഇക്ക കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം പോയേ. അപ്പോൾ ഞാനങ്ങനെ കറിക്കുള്ള പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ച്. പിന്നെ ഇന്ന് ബിരിയാണി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. ദം ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതിൻ്റെ ചിക്കനും കാര്യങ്ങളൊക്കെ ഓൾറെഡി തലേന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ബിരിയാണി പണിയൊക്കെ തുടങ്ങിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആവും എന്നുള്ളത്. അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുളമായിട്ടുണ്ടെങ്കിലും ആരൊന്നും പറയുന്നില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാനങ്ങനെ വെക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം വെച്ചതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പള്ളിയിൽ പോയി വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ പോണ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ചായ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ അല്ലാൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അലാന റെഡിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെയിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ഫുൾ മഴയായിരിക്കും എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ ഈദും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? എല്ലായിടത്തും മഴ ഉണ്ടെന്ന് തോന്നണില്ല. ഞാൻ കുറേ പേരുടെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും മഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവനെ അങ്ങനെ സെറ്റാക്കിയിട്ട് എനിക്ക് ഇടാനുള്ള എന്നിട്ട് ഡ്രസ്സിലേക്ക് പറ്റിയിട്ടുള്ള ജ്വല്ലറീസൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഒരു ബ്രിക്ക് ഓറഞ്ചാണ്. ഞാൻ തലേ ദിവസമാണ് കേട്ടോ ഡ്രസ്സൊക്കെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പെരുന്നാളിന് എന്താ പറയുക ഒക്കെ ലാസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സായാലും ബാക്കി ഐറ്റംസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞങ്ങൾ 3 പേർക്കും ഡ്രസ്സ് തലേ ദിവസമാണ് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ അതിൻ്റെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് തന്നെ പെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനതൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് മാച്ചായിട്ടുള്ളത് എന്താണെന്നുള്ളത് കേട്ടോ. ഒരുവിധ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ വെറുതെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഒരു വൈബില്ല ഈ ഒരു ഈദിൽ നിന്നുള്ളത്. അത് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്തൊക്കെയോ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും. ഇനി നമ്മൾ വലുതായി പോയതുകൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യാത്തതാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിതാ എൻ്റെ ജ്വല്ലറിയുടെ തെരച്ചിലും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാശ്മീരി ബാംഗിൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തലേ ദിവസം ഞാൻ പറഞ്ഞില്ല ഫുൾ ബിസി ആയിരുന്നു. തലേ ദിവസമാണ് ഷോപ്പിംഗ് തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് എന്തൊക്കെ വാങ്ങിക്കേണ്ടതെന്നുള്ള ലിസ്റ്റും കാര്യങ്ങളും ഞാൻ മുന്നത്തെ പെരുന്നാളിനൊക്കെ ആകുമ്പോൾ കുറേ മുന്നേ തന്നെ ലിസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും. ഇപ്രാവശ്യം എനിക്ക് അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ വർക്കിന് കയറിയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ടൈമൊന്നും കിട്ടാറില്ല. രാവിലെ ഒരു 9:30 പോയിട്ടുണ്ടെങ്കിൽ 5:30 വരെ നമുക്ക് ഓഫീസ് ടൈമാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഷോപ്പ് ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല, ആകെ ടയേർഡായി പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ കോലാണ് ഈ കാണുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സാധനമായിട്ടും എൻ്റെ കയ്യിലുണ്ടാവും, എന്തെങ്കിലും വടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ ഒന്നും വേണ്ട കല്ലോ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. തീരെ പോസ് ചെയ്യാൻ വേണ്ടി നിന്നിരില്ല. അങ്ങനെ ഒരുവിധം ഓൻ്റെ 2-3 ഫോട്ടോ ഒക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ട്രാൻസിഷനാണ് ഈ കാണുന്നത്. പക്ഷേ ട്രാൻസിഷനൊന്നും ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെയാണ്. ഞാൻ പിന്നെ ഗെറ്റ് റെഡിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ലോങ് ആയിട്ട് എടുത്തില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇതിൻ്റെ ഗെറ്റ് റെഡി വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. ഫോട്ടോസ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഈ മിററിൽ ഫുള്ളായിട്ട് കാണൂല. ഇതൊരു ബ്രിക്ക് ഓറഞ്ചിൽ വരുന്ന ഒരു സൽവാറാണ് കേട്ടോ, കോട്ടൻ്റെതാണ് കേട്ടോ. എനിക്ക് കോട്ടൻ്റെ ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യമായിട്ട് ഞാനൊന്നും ഈ ഒരു ഇതിനെടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാതും എൻ്റെ കയ്യിലുള്ളതാണ് ഓൾറെഡി. എങ്ങനെയുണ്ട്? അടിപൊളിയായോ? ഇട്ടിട്ടില്ല. നല്ല രാത്രിയിലിട്ട്, അതുകൊണ്ട് വല്ലാണ്ട് സ്റ്റെയിൻ ആയിട്ടില്ല. ഓർഗാനിക് ആയതുകൊണ്ട് നാളേക്ക് കുറച്ച് സ്റ്റെയിൻ വരും. നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് വെയിൽ വന്നപ്പോഴത്തേനും നല്ല ചൂടായിരുന്നു കേട്ടോ. വെയിലത്താണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേനും ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ പകുതി ആശ്വാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ രാവിലെ ഫ്രഷായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരു പിൻട്രസ്റ്റ് അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല സുഖം ഇടാൻ വേണ്ടിയിട്ടൊരു ബനിയൻ ക്ലോത്ത് പോലത്തതാണ്. ഞാനിവിടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ആടയാഭരണങ്ങൾ കഴിച്ച് വീണ്ടും ഡ്രസ്സ് മാറ്റി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. വിശപ്പൊന്നുമില്ല. രാവിലെ പൊറോട്ട കഴിച്ചുകൊണ്ട് വിശപ്പൊന്നുമില്ല. പിന്നെ പെരുന്നാളിന് നേരത്തെ കഴിക്കണമല്ലോ. ഇപ്പോൾ തന്നെ ലുഹറാൻ കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ 1 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ പെരുന്നാൾക്ക് അങ്ങനെ ആരും ഇല്ല കേട്ടോ വീട്ടിൽ. കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിലാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പെരുന്നാളിന് ഞാനും ഉമ്മയും ഇക്കയും മോനും തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ആരും വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ദം ബിരിയാണി. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയില്ല, കുറച്ച് അടി പിടിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ടൈം വെക്കല്ലേ, അപ്പോൾ നമുക്ക് കുറവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേഗം ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം രാത്രിക്കത്തെ ഉറക്കം കുറേ ബാലൻസ് ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ടാറ്റാ ബൈ.